പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് എന്ത് ന്യായമാണ് പടച്ചവന്റെ മുന്നിൽ പറയാനുള്ളത്? നാളെ നാഥന്റെ മുന്നിൽ നിങ്ങൾക്ക് എന്ത് ന്യായം പറയുവാനുണ്ട്? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. ഭൂമിയിലെ മർദിന വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ ബിൽദാനി الذين يقولون ربنا اخرجنا من هذه القرية الظالم أهلها. ജനങ്ങൾ വേദനയോടുകൂടി പീഡനങ്ങൾ സഹിച്ച് പ്രയാസങ്ങൾ സഹിച്ച് ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് മോചിപ്പിക്കണേ, ഞങ്ങൾക്കൊരു രക്ഷകനെ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തിന്റെ കുട്ടികളുടെയും കുഞ്ഞുങ്ങളുടെയും വൃദ്ധകളായ സഹോദരികളുടെയും സഹോദരന്മാരുടെയും വേദനയ്ക്ക് മുന്നിൽ അവർക്ക് വേണ്ടി ധർമ്മയുദ്ധത്തിൽ ഏർപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. ഫലസ്തീന്റെ തെരുവോരങ്ങളിൽ പിറന്നു വീണ നാടിന്റെ മോചനത്തിനു വേണ്ടി, തങ്ങൾ ജനിച്ചു വീണ മണ്ണിൽ തങ്ങൾക്കൊന്ന് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ദിവസേന എന്ന വണ്ണം ബോംബിട്ട് കൊന്നുകൊണ്ടിരിക്കുന്ന അക്രമികൾക്കെതിരെ, തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ ദിവസേന എന്ന വണ്ണം അഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അക്രമികൾക്കെതിരെ, തങ്ങളുടെ പള്ളികളും പള്ളിക്കൂടങ്ങളും ആശുപത്രികളും ബോംബിട്ട് തകർത്തുകൊണ്ടിരിക്കുന്ന അക്രമികൾക്കെതിരെ ഞങ്ങൾക്കൊരു മോചകനെ തരണേ, രക്ഷകനെ തരണേ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഫലസ്തീന്റെ പ്രിയപ്പെട്ട മക്കളുടെ മുന്നിൽ ഇറാഖിന്റെ തെരുവോരങ്ങളിൽ പിടഞ്ഞു വീട് മരിക്കുന്ന 10,000-കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ 2 ദിവസം മുമ്പ് ഞങ്ങൾ കോഴിക്കോട് നടത്തിയ ആണവക്കരാർ വിരുദ്ധ റാലിയില് മാധ്യമം പത്രത്തിന് വേണ്ടി ഇറാഖ് യുദ്ധത്തിന്റെ കാലത്ത് അവിടെ പോയി നേരിട്ട് റിപ്പോർട്ട് ചെയ്ത MCA നാസർ എന്ന സഹോദരൻ 5 മിനിറ്റ് സംസാരിച്ചപ്പോൾ അവിടെ ഇരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും കണ്ണു നിറഞ്ഞുപോയി. ഇറാഖിന്റെ യുദ്ധകാലത്ത് അവിടെ നടന്ന പീഡനങ്ങളെ പറ്റി 5 മിനിറ്റ് സംസാരിച്ച ആ സഹോദരൻ കണ്ണു നിറയിപ്പിച്ചു എങ്കില് അവിടെ ഒരു പെൺകുട്ടിയുടെ ശരീരത്തേക്ക് മിസൈലിന്റെ അംശം വന്ന് കയറി ആ പൊന്നുമോളുടെ ശരീരം ഓപ്പറേഷൻ നടത്തുമ്പോൾ 3.5 മണിക്കൂർ സമയം ആ പച്ച മാംസത്തിലേക്ക് ഒരു മയക്കുന്ന മരുന്ന് കുത്തിവെക്കാനില്ലാത്തത് കൊണ്ട് 3.5 മണിക്കൂർ സമയം ഡോക്ടർ പച്ച മാംസം കീറി 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 ഒരു പൊന്നുമോളുടെ ശരീരം ഓപ്പറേറ്റ് ചെയ്ത സംഭവം പറഞ്ഞുവെങ്കിൽ അങ്ങനത്തെ ആയിരക്കണക്കിന് 10,000-കണക്കിന് കുഞ്ഞുങ്ങള് കുടിവെള്ളം കിട്ടാതെ മരിക്കുന്നു. മക്കളെ പിടഞ്ഞു വീട് മരിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മിഞ്ഞപ്പാല് നുകരാൻ ഭാഗ്യമില്ലാതെ, കുടിവെള്ളം കുടിക്കാൻ ഭാഗ്യമില്ലാതെ, മരുന്ന് കഴിക്കാൻ ഭാഗ്യമില്ലാതെ, തന്റെ പ്രിയപ്പെട്ട ഉമ്മായുടെ മടിത്തട്ടിൽ കിടന്നൊന്ന് മരിക്കാൻ പോലും ഭാഗ്യമില്ലാതെ തെരുവോരങ്ങളിൽ തെരുവ് നായ്ക്കളെ കടിച്ചു കീറത്തക്കവണ്ണം, കഴുകനും കാക്കയും കൊത്തി കീറത്തക്കവണ്ണം ആയിരക്കണക്കിന് 10,000-കണക്കിന് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങള് ദിവസേന ഇറാഖിന്റെ തെരുവോരങ്ങളിൽ പിടഞ്ഞു വീട് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവരുടെ ശരീരം പിച്ച് കീറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ലോകത്തെ ഏറ്റവും സുന്ദരികളായ സ്ത്രീകളുള്ള വമ്പിച്ച സംസ്കാരത്തിന്റെ, എത്രയോ പഴകിയ സംസ്കാരത്തിന്റെ പാരമ്പര്യമുള്ള ഇറാഖിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ അമേരിക്കയിലെ നായ്ക്കളെക്കാളും മോശമായ പട്ടാളക്കാരൻ ദിവസവും ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ അബൂ ഗരീബ് ജയിലിലിട്ടിട്ട് നായ്ക്കളെ കൊണ്ട് കടിച്ചു കീറിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഗോണ്ടനാമയിലെ തടങ്കൽ പാളയത്തിലിട്ട് നമസ്കരിക്കുന്ന സമയത്ത് പോലും കയ്യും കെട്ടും ചങ്ങലയും പൊട്ടിച്ചു കൊടുക്കാതെ, നമസ്കരിക്കുന്ന സമയത്ത് പോലും കയ്യിൽ ചങ്ങലയിട്ടുകൊണ്ട് നമസ്കരിക്കേണ്ട ഗതികേട് അനുഭവിക്കുമ്പോൾ അവരൊക്കെ ചോദിക്കുന്നു, ഞങ്ങളെ ആര് രക്ഷിക്കുമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടി ധർമ്മസമരത്തിൽ ഏർപ്പെടാതിരിക്കാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് വേണ്ടി ധർമ്മസമരത്തിൽ ഏർപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുമ്പോൾ, ഈ ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും രക്തസാക്ഷിയാകേണ്ടി വന്നാലും അമേരിക്കയെ പിന്തുണയ്ക്കാൻ കഴിയില്ല മക്കളെ, അമേരിക്കയെ പിന്തുണയ്ക്കാൻ കഴിയില്ല മക്കളെ, അമേരിക്കയെ പിന്തുണയ്ക്കാൻ കഴിയില്ല മക്കളെ.